വിശന്നൊരു ദ്വിജനായി വേഷം ധരിച്ചു പാർത്ഥന്റെ പാദത്തിൽ വന്നണഞ്ഞു. ശരവർഷം പാർത്ഥൻ വന്നതോ അഗ്നിയും വിജയനും രക്ഷിച്ചു തീർത്തു തൽക്ഷണം. ശരവർഷം പാർത്ഥൻ ദുഃഖനിമഗ്നയായ ഒരു പെൺപ്രാവിനെ രക്ഷിക്കാൻ സ്വശരീരത്തിലെ മാംസം സന്തോഷത്തോടെ ദാനം ചെയ്ത ശിബി ചക്രവർത്തിയെ പോലെ അങ്ങ് ധർമാനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതനുഷ്ഠിക്കണം എന്ന് ദശരഥനോട് ആവശ്യപ്പെടുന്നത് ആര്? എ. കൈകേയി, ബി. കൗസല്യ, സി. വസിഷ്ഠൻ, ഡി. സുമന്ത്രർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം. കൈകേയി ലോക്ക് ചെയ്യട്ടെ ഞാൻ. കൈകേയി. ഓക്കെ, നമുക്ക് എന്തായാലും ഉത്തരം ലോക്ക് ചെയ്യാം. എ. കൈകേയി. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം എ. കൈകേയി ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പം ടീം എക്ക് 2 പോയിന്റ്. നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം. തനിക്ക് ലഭിച്ച 2 വരം അന്ന് താൻ വേണ്ട എന്ന് പറഞ്ഞത്, നിർബന്ധിച്ച് എടുത്തോളാൻ പറഞ്ഞത്, പിന്നീട് ഉപയോഗിക്കുമ്പോൾ അതിന് ധാർമ്മികമായിട്ടുള്ള ഒരു പിന്തുണ കൂടി കൊടുക്കാനാണ് കൈകേയി അപ്രകാരം ഒരു വരി ഉപയോഗിച്ചത്. ഓർമ്മിക്കുക, ആവശ്യമില്ലാത്തവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ ചെയ്യരുത്. പിന്നീട് അത് പ്രശ്നം വരും. അതുകൊണ്ട് എന്ത് നമ്മൾ വാഗ്ദാനം ചെയ്യുമ്പോഴും അപ്പപ്പം തീർക്കാനുള്ളത് അപ്പപ്പം തീർത്തേക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഗ്ദാനം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം, വരും വരായിക്കണം. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 ഒന്നത്രേ വിചാരിച്ചു കാൺകിലോ. ഈ 2-ൽ 1 പ്രകൃതിയാണ്. രണ്ടാമത്തേത് എ. സ്ത്രീ, ബി. ഈശ്വരൻ, സി. പുരുഷൻ, ഡി. സ്വർഗം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി. പുരുഷൻ. സി. പുരുഷൻ. ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, സി. പുരുഷൻ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ അതോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ത്രിമൂർത്തികൾക്ക് ത്രിശക്തി, നല്ലൊരു ചോദ്യമാണത്. പ്രകൃതി ദേവി എന്ന സങ്കല്പത്തോട് ചേർത്ത് പ്രപഞ്ചപുരുഷൻ, വെറും പുരുഷനല്ല പ്രപഞ്ചപുരുഷൻ എന്ന് വരുന്നത്. ടീം ബിക്ക് 2 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വനയാത്ര ആരംഭിച്ച രാമൻ ആദ്യ ദിവസം രാത്രി തങ്ങിയത് ഏതു നദിയുടെ തീരത്ത്? എ. ഗംഗാ നദീ തീരത്ത്, ബി. തമസാ നദീ തീരത്ത്, സി.
സരയൂ നദീ തീരത്ത്, ഡി നർമ്മദ നദീ തീരത്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഗംഗാ നദിയുടെ തീരത്ത്. ഓപ്ഷൻ എ ഗംഗാ നദീ തീരത്ത്. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്. ഓപ്ഷൻ എ ഗംഗാ നദീ തീരത്ത്. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ടീം ബിയോട് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വനയാത്ര ആരംഭിച്ച രാമൻ ആദ്യ ദിവസം രാത്രി തങ്ങിയത് ഏത് നദിയുടെ തീരത്ത്? ഓപ്ഷൻ ഇതാണ്: ബി തമസ നദീ തീരത്ത്, സി സരയൂ നദീ തീരത്ത്, ഡി നർമ്മദ നദീ തീരത്ത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി സരയൂ നദീ തീരത്ത്. സി സരയൂ നദീ തീരത്ത്. ലോക്ക് ചെയ്യുവാണ്. സി സരയൂ നദീ തീരത്ത്. സരയൂ നദി എവിടെയുള്ള നദിയാണെന്ന് അറിയോ? കോസല രാജ്യത്തൂടെ ഒഴുകിയിരുന്ന നദിയാണ്. ഒഴുകി പോകുന്ന നദിയാണ്. പുത്രകാമേഷ്ടിയൊക്കെ നടത്തിയത് സരയൂ നദീ തീരത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യ ദിനം തങ്ങിയത് അവിടെ തന്നെ ആയിരുന്നു. ഗംഗയും കഴിഞ്ഞിട്ട് അവർ പോയി ആദ്യ ദിവസം അല്ലെ? ആദ്യ ദിവസം രാത്രി തങ്ങിയത് എവിടെയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ? സാരമില്ല, എയും ബിയും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരം എന്ന്. സർ, തമസാ നദി തീരമാണ്. തമസ നദി തീരത്താണ് തങ്ങിയത്. താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പിതാവ് ആലോചനാരഹിതമായി ചെയ്ത ഒരു തെറ്റ് ഉത്തമനായ പുത്രൻ തിരുത്തുകയല്ലേ വേണ്ടത്? ഭരതൻ ശ്രീരാമനോട് ചോദിച്ചു. പിതാവ് ചെയ്ത ആ തെറ്റ് എന്താണ്? ഓപ്ഷൻ എ മുനികുമാരനെ എഴുതു കൊന്നത്, ബി കൈകേയിയെ യുദ്ധത്തിൽ ഒപ്പം കൂട്ടിയത്, സി പുത്രകാമേഷ്ടി യാഗം ചെയ്തത്, ഡി ഭരതന് രാജ്യവും രാമന് വനവും വിധിച്ചത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്ത് തെറ്റാണ് പിതാവ് വിധിച്ചത്? ഡി ഭരതന് രാജ്യവും രാമന് വനവും വിധിച്ചത്. നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഡി ഭരതന് രാജ്യവും രാമന് വനവും വിധിച്ചത്. ഓക്കെ അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അറിവില്ലാത്തവനും പരസ്പരം അപഹരിക്കുന്ന കള്ളന്മാർക്കും സമനായി ശ്രീരാമൻ ചൂണ്ടിക്കാട്ടുന്നതാരെ? എ ഭക്തനെ, ബി നാസ്തികനെ, സി സേവകനെ, ഡി സൂതനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരെയാ ശ്രീരാമൻ ചൂണ്ടിക്കാണിക്കുന്നത്? ഓപ്ഷൻ ബി നാസ്തികനെ. ഓപ്ഷൻ ബി നാസ്തികനെ. ഓക്കെ, ലോക്ക് ചെയ്യുവാണ്. ഓപ്ഷൻ ബി നാസ്തികന്. സന്ദർഭം പറയോ? അറിയോ? അറിയില്ല. ഫൈൻ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം രാമനോട് ഇങ്ങനെ പറയുന്നത് ആരാണ്? എ കൈകേയി, ബി കൗസല്യ, സി വസിഷ്ഠൻ, ഡി അരുന്ധതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എളുപ്പം പറ. ബി കൗസല്യ. ബി കൗസല്യ. ലോക്ക് ചെയ്യട്ടെ? നമുക്ക് ലോക്ക് ചെയ്യാം. ബി കൗസല്യ. ആ വരികളുടെ അർത്ഥം മനസ്സിലായോ? അപ്പൊ അങ്ങോട്ട് ഗസ് ചെയ്തതാണ് ആൻസർ അല്ലേ? രണ്ടാമത്തെ പ്രാവശ്യമാണ് അല്ലേ ഗസ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണോ അല്ല തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശ്രീരാമനെ ഇങ്ങനെ സ്തുതിക്കുന്നതാര്? എ ലക്ഷ്മണൻ, ബി സീതാദേവി, സി നാരദൻ, ഡി മുനിമാർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി നാരദൻ. ഓപ്ഷൻ സി നാരദൻ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യുന്നു. സി നാരദൻ. ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? നാരദ രാഘവ സംവാദം. അതേത് സന്ദർഭത്തിലാണെന്നറിയോ?
അവതാര ഉദ്ദേശം ഓർമ്മിപ്പിക്കാൻ ബ്രഹ്മാവ് നാരദനെ അയച്ചിട്ട് നാരദൻ ശ്രീരാമനെ കാണാൻ വരുന്ന വെരി ഗുഡ്. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോട്. ക്വസ്റ്റ്യൻ ഇതാണ്: പിതാവും ഭ്രാതാവും അങ്ങേക്ക് നൽകിയ നിഷ്കണ്ടകമായ ഭൂമിയെ പരിപാലിക്കണം. താമസമെന്നേ അഭിഷേകം നടത്തണം. ഭരതനോട് ഇങ്ങനെ പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ കൗസല്യ, ബി വസിഷ്ഠൻ, സി ശത്രുഘ്നൻ, ഡി കൈകേയി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി വസിഷ്ഠൻ. ബി വസിഷ്ഠൻ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ബി വസിഷ്ഠൻ. സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല, വസിഷ്ഠൻ. ഉറപ്പായിട്ടോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അയോധ്യയിൽ നിന്ന് വനയാത്രയ്ക്ക് പുറപ്പെടുന്ന രാമന്റെ തേരു തെളിച്ചത് ആര്? ഓപ്ഷൻ എ ലക്ഷ്മണൻ, ഓപ്ഷൻ ബി ഗുഹൻ, ഓപ്ഷൻ സി സുമന്ത്രർ, ഡി തേരാളി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി സുമന്ത്രർ. ഓപ്ഷൻ സി സുമന്ത്രർ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ സി സുമന്ത്രർ. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: രാജ്യം, യശോലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി എന്നിവ അത്യാഗ്രഹത്തോടെ വരിക്കുന്നത് ആരെയാണ്? എ സമ്പന്നനായ പുരുഷനെ, ബി സത്യസന്ധനായ പുരുഷനെ, സി രാജാവായ പുരുഷനെ, ഡി ദരിദ്രനായ പുരുഷനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ ഇതുവരെ ഓപ്ഷനിലോട്ട് പോയിട്ടില്ല കേട്ടോ. മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഓപ്ഷൻ ബി സത്യസന്ധനായ പുരുഷോത്തമനെ. ഓപ്ഷൻ ബി സത്യസന്ധനായ പുരുഷോത്തമന്. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. ഞാൻ ലോക്ക് ചെയ്തു കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: മൽപ്രാണ ഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം? ദശരഥന് പ്രാണഹാനി വരുത്തുന്ന വാക്ക് ആരു പറഞ്ഞു? എ അന്തമുനി, ബി കൈകേയി, സി രാമൻ, ഡി വസിഷ്ഠൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി കൈകേയി. ബി കൈകേയി. വെരി ഫാസ്റ്റ്. അത്രയും കോൺഫിഡന്റ് ആണ്? ഓക്കെ, ഫൈൻ. നമുക്ക് ലോക്ക് ചെയ്യാം. ബി കൈകേയി. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും പാണം പറിക്കെ നീ വൈകരുതേതുമേ. ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ മുനികുമാരന്റെ, ബി വിരാതന്റെ, സി താടകയുടെ, ഡി സുബാഹുവിന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ മുനികുമാരൻ്റെ. എ മുനികുമാരന്റെ. ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. എ മുനികുമാരന്റെ. ഏത് മുനികുമാരനാ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ശ്രവണകുമാരൻ. ശ്രവണകുമാരൻ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് അഗൈൻ 2 പോയിന്റ്സ്. ഓ, വേദനിക്കുന്നു. തുടയലുകൾ പൊട്ടി മാറിയിരിക്കുന്നു. ചോര വാർന്നൊഴുകുകയാണ്. ഈ ജലാശയത്തിലെ തണുപ്പിന് പോലും എന്റെ വേദനയെ ശമിപ്പിക്കാനാവുന്നില്ല. കൃഷ്ണന്റെ ആക്ഷേപ വാക്കുകളും ഭീമന്റെ ഗദാപ്രഹരവും സഹിക്കുന്നില്ല. അപ്പോഴാണ് കൃപരും കൃതവർമാവും അശ്വത്ഥമാവും അവിടേക്ക് എത്തിയത്. അശ്വത്ഥമാവിന്റെ ശൗര്യം കണ്ടപ്പോൾ ഞാൻ അവനെ സേനാധിപതിയാക്കി. വേദന കടിച്ചമർത്തി ജലത്തിനുള്ളിലേക്ക് കാലുകൾ താഴ്ത്തി വെച്ച് കണ്ണുകൾ അടച്ചു. അപ്പോൾ എന്റെ ഓർമ്മകൾക്ക് നിറം വയ്ക്കുന്നു. ജനന സമയത്ത് ദുർനിമിത്തങ്ങൾ ഉണ്ടായി പോലും എന്റെ ആദ്യ കരച്ചിൽ തന്നെ കഴുതയുടെ അമറൽ പോലെയായിരുന്നു. അത് കേട്ട് കഴുതകളും കുറുക്കന്മാരും അമറുകയും ഓരിയിടുകയും ചെയ്തു. കാക്കകളും കഴുകന്മാരും ശബ്ദമുണ്ടാക്കി പറന്നുപോയി.
കൊടുങ്കാറ്റും കൊള്ളുമീനുകളും വീശുകയും വർഷിക്കുകയും ചെയ്തു. മുനിമാരും രാജഗുരുക്കളും എന്നെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. പക്ഷേ മാതാ ഗാന്ധാരിയുടെയും പിതാ ധൃതരാഷ്ട്രയുടെയും സീമന്ത പുത്ര സ്നേഹം അതിനനുവദിച്ചില്ല. വിധവയായ കുന്തിദേവി 5 പുത്രന്മാരെയും കൂട്ടി ഹസ്തിനപുരിയിലെത്തി. പിതാവ് ധൃതരാഷ്ട്രർ അവരെ സ്വീകരിച്ചു. ശേഷം നാളുകൾ നമ്മോടൊപ്പം കളിക്കാൻ അവരും കൂടി. ഭീമാകാരനായ ഭീമൻ ഞങ്ങളെ കണക്കെട്ട് തല്ലി. ഞങ്ങളെ 100 പേരെയും ഒരുമിച്ച് വാരിയെടുത്ത് എറിയുക, വലിച്ചു താഴ്ത്തിടുക, ജലത്തിൽ മുക്കിവെച്ച് ശ്വാസം മുട്ടിക്കുക എന്നിവ അവന്റെ വിനോദങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സഹികെട്ട് അത് ചെയ്തു പോയി. ഭീമന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ബോധം കെടുത്തി കെട്ടി ഗംഗയിലെറിഞ്ഞു. പക്ഷേ അവിടെയും അവർ രക്ഷപ്പെട്ടു. അവരെ ഒരുമിച്ച് നശിപ്പിക്കാൻ വേണ്ടി വാരണവതത്തിലെ അരക്കില്ലത്തിൽ താമസിപ്പിച്ചു. അവിടെയും അവർ രക്ഷപ്പെട്ടു. ഗദായുദ്ധത്തിൽ ഭീമനെ വെല്ലുവാൻ ഞാനുണ്ടായിരുന്നു. പക്ഷേ ധനുർവിദ്യയിൽ അർജുനനെ വെല്ലാൻ പോന്ന ആരും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല. ഭീഷ്മരും ഗുരു ദ്രോണാചാര്യരും ചോറിങ്ങും കൂറങ്ങും എന്ന മട്ടിലാണ്. അതുകൊണ്ടാണ് ഗുരു ദ്രോണാചാര്യരുടെ അഭ്യാസ പ്രകടന നാളിൽ പരിഹസിച്ച ലോകൈക വീരനും പരശുരാമ ശിഷ്യനുമായ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്ത് അവന്റെ മാനം കാത്തത്. അങ്ങനെ കർണൻ എന്റെ ഉറ്റ മിത്രമായി. ശരിയായ രീതിയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യഭരണം പിതാവിനാണ്. അദ്ദേഹം ജാത്യാന്തനായതിനാൽ പിതാ പാണ്ഡുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത പുത്രനായ ധർമ്മപുത്രർക്ക് കൈമാറി. വാരണാവതത്തിലെ അരക്കില്ലത്തിലെ തീപിടുത്തത്തിന് ശേഷം അവരെ കാണാതായി. അങ്ങനെ രാജ്യം അന്യാധീനപ്പെടാതിരിക്കാൻ രാജഭരണം എന്നിൽ നിക്ഷിപ്തമായി. അവർക്ക് ഇന്ദ്രപ്രസ്ഥം നൽകി. അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ദ്രൗപദിയും കൂട്ടരും പരിഹസിച്ചത് കൊണ്ടല്ലേ അവരെ പുറത്താക്കണമെന്നുള്ള ഇച്ഛ മനസ്സിലുദിച്ചത്. ഇന്ദ്രപ്രസ്ഥത്തിലെ പരിഹാസ വാക്കുകൾ എന്റെ മനസ്സു നീറി. അങ്ങനെ രാജ്യത്തിന് പുറത്താക്കണമെന്ന് തീരുമാനിച്ച് ശകുനിയും കൂട്ടി ചൂതിനെ ക്ഷണിച്ചു. അവർ ചൂതിൽ തോറ്റു. പണയവസ്തുവായ പാഞ്ചാലിയെ രാജസദസ്സിലെത്തിച്ചു. ശേഷം വനയാത്രയും അജ്ഞാതവാസവും. അതെല്ലാം അവർ തന്ത്രപൂർവം പൂർത്തിയാക്കി. അവരെല്ലാം രക്ഷപ്പെട്ടത് തലനാടിഴയ്ക്കായിരുന്നു. അവരോടൊപ്പം കൃഷ്ണനുണ്ടായിരുന്നു, ഒരു ഉപദേഷ്ടാവായി. അതുകൊണ്ടാണ് യുദ്ധത്തിനു മുൻപ് കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ തീരുമാനിച്ചതും അത് ചെയ്തതും. പക്ഷേ മായാവിദ്യക്കാരനായ കൃഷ്ണൻ പറ്റിച്ചു കളഞ്ഞു. സഭാവാസികളായ വയോവൃദ്ധന്മാർ അതിനനുകൂലമല്ലായിരുന്നു. പാണ്ഡവരെ എതിർക്കുവാൻ ഏവരും സൈന്യത്തെ നൽകി. പട നയിക്കുവാനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഗദായുദ്ധ മര്യാദകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ഭീമൻ യുദ്ധം ചെയ്തത്. പല ഘട്ടത്തിലും പലരും യുദ്ധ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. നിരായുധനായ കർണനെ കൊന്നതും എന്റെ തുടകളിൽ ഗദാപ്രഹാരം നടത്തിയതും ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ഒളിയം പെയ്തതും യുദ്ധനീതിയാണോ? അല്ല, അല്ല, അല്ല. അതുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ സൈനാധിപനാക്കിയതും അന്നു രാത്രി തന്നെ പാണ്ഡവശിബിരം തീവച്ച് സർവമാന പേരെ നശിപ്പിച്ചതും. അശ്വത്ഥാമാവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും. അവനും കൂട്ടരും ജയിച്ചു വരും. അങ്ങനെ ഞാൻ രാജാവാകും. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ച തെറ്റ്. ശരി, ഇവിടത്തെ അങ്ങനെയല്ല, തെറ്റല്ല എന്നാണ് വാദം. ഓക്കെ, ഫൈൻ. എന്തു കാരണവശാലും തൻ്റെ പതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ്. ആ ധർമ്മത്തിന് പകരമായി ഒരു വരദാനം മോഹിക്കുകയോ അതിനെ സ്വീകരിക്കുകയോ പാടുന്നതല്ല. അഥവാ സ്വീകരിച്ചാൽ തന്നെ അതിനെ തനിക്ക് സ്വാർത്ഥമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക്
ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടുന്നതല്ല. പാടുള്ളതല്ല. ഓക്കെ, ശരി. കൈകേയി ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും തൻ്റെ പാതിവൃത്യം സംരക്ഷിക്കലാണ്. ദശരഥന് താൻ പുത്രവിയോഗത്താൽ മരിക്കും എന്നൊരു ശാപം ഏറ്റിരുന്നു. അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും രാമൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ദശരഥൻ അറിയാം. അങ്ങനെ ഒരു സമയത്ത് എന്നാൽ ഇപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഒരു പുത്രൻ മരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വിയോഗം അനുഭവിക്കേണ്ടതായിട്ട് ദശരഥന് വന്നേനെ. അങ്ങനെ ദശരഥനെ ഒരു ശാപത്തിൽ നിന്ന് ശരിക്കും രക്ഷിക്കുകയാണ് കൈകേയി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭരതനെ രാജാവാക്കണമെങ്കിൽ രാജാവാക്കിയാ പോരെ, ഈ പാവ മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? കാരണം രാമൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ രാമനൊപ്പം നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് കാട്ടിലേക്ക് അയച്ചത് നല്ലതാണോ? രാജ്യഭാരം രാമനിൽ നിന്ന് എടുത്ത് മാറ്റിയതും പോരാ, ഏതെങ്കിലും രീതിയിൽ രാമനെ കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതുന്ന മനുഷ്യത്രഹിതമല്ലേ? കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതിയല്ല കൈകേയി അങ്ങനെ ഒരു വരം മേടിച്ചത്. ആദ്യത്തെ വരം കാടൊക്കെ കണ്ട് സൈറ്റ് സീയിങ് ഒക്കെ അല്ല, ഭരതനെ രാജാവാക്കണമെന്നാണ് ആദ്യത്തെ വരം. ഇപ്പോൾ ആദ്യത്തെ വരം സാധൂകരിക്കണമെങ്കിൽ അത് കൈകേയിക്ക് നടപ്പാക്കി കിട്ടണമെങ്കിൽ രാമൻ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നത് മൂലം കൈകേയിയുടെ ഉദ്ദേശം ഭരതനെ രാജാവാക്കുക എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കിയാൽ അത് സൂര്യവംശത്തിന്റെ ഒരു അല്ല, അത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. അപ്പം കാട്ടിലേക്ക് അയച്ചത് തെറ്റല്ല. ഇദ്ദേഹം പറയുന്നത് തെറ്റാണെന്നാണോ? തെറ്റാണ്. കാരണം രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 2 അതോറിറ്റി വരും ആ നാട്ടിൽ. ഭരതൻ ജനങ്ങളുടെ മനസ്സിൽ രാമനാണ് ഏറ്റവും ഉത്തമ പുരുഷൻ, 16 ഗുണങ്ങളുടെയും അധിപനാണ് രാമൻ. അങ്ങനെ ഒരു രാമൻ നാട്ടിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ കാട്ടിലേക്ക് അയച്ച് സ്വാർത്ഥ രൂപങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ല, ഇപ്പോൾ കാലം വ്യക്തികളുടെ മാറ്റുരച്ച് നോക്കാൻ അതിവിപരീയവും വിപരീതവുമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കും. ഒരു സ്വർണ്ണം അതിൽ കല്ലിലൊഴിച്ച് നോക്കിയാൽ മാത്രമേ അതിന്റെ തിളക്കം വർദ്ധിക്കുകയുള്ളൂ. കൈകേയി ഭരതനെ രാജാവ് ആക്കിക്കോട്ടെ, എന്തായാലും ഒരു രാജ്യത്ത് നടക്കുന്നത് രാജകൽപ്പനയാണ്. ഭരതൻ രാജാവായിരിക്കെ തൻ്റെ ജ്യേഷ്ഠന് രാജ്യഭാരം നൽകും. എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും രാമായണം വായിച്ചതിലൂടെ അറിയാം ഭരതന് രാമനോടുള്ള സ്നേഹം. അതൊരു ഊഹമാണ്. അപ്പോൾ എന്തായാലും അവസാനം രാമൻ തന്നെ അയോധ്യയുടെ രാജാവാകും. അപ്പോൾ കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ചത് നീതികേടാണ്, അത് തെറ്റുമാണ്. ശരി, അവസാനം ഒരു വരി കൂടി. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇപ്പോൾ രാമൻ നാട്ടിലൊക്കെയാണെങ്കിൽ രാമന് ഭരതൻ രാജ്യഭാരം നൽകും. അത് കാരണമാണ് കൈകേയി തൻ്റെ ആദ്യത്തെ വരം 2 വരം വെറുതെ നേടിയത് അത് പാഴായി പോകരുത്. അങ്ങനെ പാഴായി പോകാതിരിക്കാൻ 2ാമത്തെ വരം അനിവാര്യമായിരുന്നു. ഇപ്പോൾ രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഭരതൻ കൊടുക്കും, ജ്യേഷ്ഠഭക്തി അനുസരിച്ച് നൽകും. അങ്ങനെ ഒരു അവസ്ഥയോടെ സംജാതമായാൽ കൈകേയിയുടെ ആദ്യത്തെ വരവും നിഷ്ഫലമായി. അങ്ങനെ കൈകേയിയുടെ പരിശ്രമം വൃഥാ വെള്ളത്തിൽ വരച്ച വര പോലെ ആകാതിരിക്കാനാണ് കൈകേയിക്ക് 2ാമത്തെ വരവും മേടിച്ചത്. ശരിക്കും പുള്ളി പറയണല്ലേ കറക്റ്റ്? അല്ല, കാരണം ഇപ്പോൾ രാമൻ വനവാസത്തിന് പോയിരുന്നെങ്കിലും രാജകൽപ്പന അനുസരിച്ച് ഭരതന് ഇഷ്ടമുള്ള എന്ത് കാര്യം വെച്ചാലും കോസല രാജ്യത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. സോ കൈകേയി ചോദിച്ച വരത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും ഭരതൻ രാജാവായിരിക്കും അദ്ദേഹത്തിനുണ്ട്. സോ എന്ത് കാരണവശാലും വനത്തിലേക്ക് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ സാധിക്കും. സോ കൈകേയിയുടെ 2ാമത്തെ വരത്തിന് അവിടെ സ്ഥാനമില്ലാത്ത നീതികേടാണ്. ശരി, ഓക്കെ ഫൈൻ. ശരി, അടുത്ത ആൾക്കാരിലേക്ക് പോവാം. നാടുവാഴേണം ഭരതനെന്നാകിൽ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. രാമായണ കഥയുടെ ഗതി വിഗതി നിർണയിക്കുന്ന ഒരു ഭാഗമാണ് കൈകേയി മന്ദര സംവാദം. ഈ കൈകേയി മന്ദര സംവാദത്തിൽ മന്ത്രിയുടെ നാവിൽ വന്ന സരസ്വതി ദേവി ഏഷണി മുഴക്കി പറയുമ്പോൾ കൈകേയിയുടെ തുടക്കത്തിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈകേയി ഒരിക്കലും അങ്ങനെയൊരു വരം വേണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടിട്ടില്ലേ രാമായണത്തിലെ ചില വരികൾ? എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമൂറും നൂനമില്ലോരു സംശയം. ശ്രീരാമദേവന് തന്റെ മാതാവായിരുന്ന കൗസല്യാദേവിയെക്കാളും കൈകേയി മാതാവിനോടായിരുന്നു പ്രിയം. കൈകേയിക്കും തന്റെ മകനായ ഭരതനേക്കാളും ശ്രീരാമചന്ദ്രനോടായിരുന്നു പ്രിയം. അതുകൊണ്ട് തന്നെ തന്റെ മകനായ ഭരതനെ രാജാവാക്കണമെങ്കിൽ കൈകേയിക്ക് തന്റെ പ്രിയപുത്രനായ ശ്രീരാമചന്ദ്രനോട് പോയി അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു. അഭ്യർത്ഥിക്കുകയല്ലെങ്കിൽ കാട്ടിലേക്ക് അയച്ച നീതികേടാണ് അല്ലേ? അല്ലെങ്കിൽ തന്റെ രാമനോട് ഒന്ന് മെതുവായി എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു, പ്രിയപുത്ര എന്റെ മകനായ ഭരതനെ നീ രാജാവാക്കണമെന്ന്. ശരിക്കും നീതികേടല്ലേ? എന്തിനാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ട്? ഭരതനായി കഴിഞ്ഞ ഒരു പക്ഷേ ശ്രീരാമനോട് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു, അത്ര നല്ല മനുഷ്യനാണ്. പിന്നെ ഈ നല്ല മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? ആ ചേച്ചി തന്നെ പറഞ്ഞു
ഇത്രയും ഇഷ്ടമാണ് രാമന് കൈകേയിയോടും കൈകേയിക്ക് രാമനോടുന്ന്. അപ്പോൾ കൈകേയിക്ക് അറിയാം ഇങ്ങനെ ഇത്രയും ഇഷ്ടമാണ് രാമന് തന്നോടുന്ന്. അപ്പോൾ കൈകേയിയുടെ മനസ്സിൽ ഡോർമെൻ്റ് ആയി കിടന്ന ഒരു ആഗ്രഹത്തിനല്ലേ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് മന്ദര ഉത്ഭവിപ്പിച്ചതെന്ന് ഞാൻ ചോദിച്ചാൽ? ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലല്ലോ. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത് നീതിയാണോ അല്ലയോ? എന്താണ് നിങ്ങളുടെ നിലപാട്? നീതിയാണ്. കാരണം ഇപ്പം നമ്മൾ രാമായണത്തെ 3 രീതിയിൽ കാണുകയാണെങ്കിൽ, ആദ്യം നമ്മൾ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവിക പരിവേഷത്തോടെ നമുക്ക് രാമായണത്തെ കാണാം. രാമൻ എല്ലാവരും അവതാരങ്ങളായി കാണുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ രാമൻ കാട്ടിൽ പോകേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം രാമന്റെ അവതാരോദ്ദേശം രാമന്റെ അവതാരോദ്ദേശത്തെ സാധൂകരിക്കാനായി യഥാർത്ഥത്തിൽ കൈകേയിയുടെ ഈ ആക്ഷൻ ഉപകരിച്ചു. അതുകൊണ്ട് നീതിയാണെന്ന്. അതെ, അതുകൊണ്ട് നീതിയാണെന്ന്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ നീതിയാവുമല്ലോ. ആവും, നീതിയാണ്. അതെ. അവിടെ നമുക്ക് വിധി, കാലചക്രം എന്നീ 2 ഘടകങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മുടെ കയ്യിലല്ല, ഇതൊക്കെ വിധി നിർണയമാണ്. ഇതെല്ലാം ദീസ് ആർ റിട്ടൺ ഇൻ ദ സ്റ്റാർസ്. അതുകൊണ്ട് സംഭവിക്കാനുള്ള സംഭവിച്ചു. കൈകേയി ഇനി കുറ്റം പറയുന്നത് എന്തിനാ? അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്. ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം രാവണ നിഗ്രഹമാണ്, അല്ലാതെ വനത്തിൽ പോകണം എന്നല്ല. ബ്രഹ്മപുരാണങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് വിധി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ ത്രിമൂർത്തികൾക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീരാമൻ? ശരി, അത് വിധി ആയിക്കോട്ടെ, വിധിയാണെന്നിരിക്കട്ടെ. വിധിയല്ല, നീതിയാണോ എന്നുള്ളതാണ് ചോദ്യം. വിധിയുടെ ഭാഗമാണെങ്കിലും ദൈവകൽപിതമാണെങ്കിലും നീതിയും വേറെ വേറെയല്ലേ? അപ്പൊ നീതികേടല്ലേ നടന്നത്? അവിടെ നീതിക്കേടാണ് നടന്നതെന്നല്ല, നീതിയാണ്. കാരണം രാവണൻ കുറെ പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഭയങ്കര ആയിക്കോട്ടെ, രാവണൻ എത്ര പേരെ ഉപദ്രവിച്ചാലും കൈകേയി എങ്ങനെ നീതീകരിക്കാൻ കഴിയും? അപ്പൊ ആ ഒരു രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നീതിയല്ലേ? അത് കൊള്ളാം, അത് ശരിയല്ലേ? അതും കൂടെ കഴിഞ്ഞ രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു രക്ഷകൻ വരണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചേച്ചി പറഞ്ഞു രാവണ നിഗ്രഹമാണ് രാമാവതാര ഉദ്ദേശം എന്ന്. ഞാൻ വായിച്ച രാമായണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സർവാസുര നിഗ്രഹം, ദുഷ്ടന്മാരായ സർവ്വ അസുരന്മാരെയും നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു രാമാവതാര ഉദ്ദേശം. അതിൽ പല അസുരന്മാരും ദണ്ഡകാരണ്യത്തിലും ചിത്രകൂടത്തിലുമായിരുന്നു വസിച്ചിരുന്നത്. ഇത്തരം രാമൻ അന്ന് കാട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇത്തരം അസുരന്മാരുടെ നിഗ്രഹം അവിടെ സാധ്യമാവില്ല. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കുഞ്ഞുനാളിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കാട്ടിലോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ആദ്യമായി താടകയെ വധിക്കുന്നത്. ഇത് ഓൾറെഡി ശ്രീരാമൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്ത് ഇതിനെല്ലാം ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് സംക്ഷിപ്തം. ശ്രീരാമൻ ഇത് ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കാം. ബട്ട് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ബേസിക് ആയിട്ട് ഒരാൾക്കൊരു കാരണം വേണ്ടേ ചെയ്യാൻ. കാരണമില്ലാതെ ഡയറക്റ്റ് കാട്ടിൽ പോയിട്ട് അസുര നിഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു ബേസിക് കാരണം വേണ്ടേ? ചങ്ങലയിലെ വലിയൊരു ചങ്ങലയിലെ കണ്ണികളാണ് ഇതെല്ലാം. തീർച്ചയായും. ശരി, ഓക്കെ, ഫൈൻ. നിങ്ങൾ നന്നായി വായിച്ചു. പ്ലീസ് ശ്രേഷ്ഠ ഭാരത ഞാൻ ദുഷ്യന്തൻ, പ്രജാതൽപരനായ ആശ്രിതവത്സലനായ കുരുവംശത്തിന്റെ ശക്തനായ നീതിമാനായ രാജാവ്. അന്നുവരെ ഞാൻ ആയിരുന്നത് എല്ലാം ഒരൊറ്റ ദിവസം നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ഒന്നുമല്ലാതായി തീർന്ന വിശ്വാസവഞ്ചകനും പ്രിയപത്നിയെ ഉപേക്ഷിച്ച തള്ളിപ്പറഞ്ഞ ദുഷ്ടനായി മാറിയ ദുഷ്യന്തൻ. തെറ്റ് എന്റേതായിരുന്നു. കാട്ടിലെയും നാട്ടിലെയും എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി രാജകൊട്ടാരത്തിലെ ക്രീഡാ വിനോദങ്ങളിൽ ഏർപ്പെടാതെ നായാട്ടിനായി ഉൾക്കാട്ടിലേക്ക് പോയതോ? ചെങ്കോലും കിരീടവും ഒന്നുമില്ലാതെ മനുഷ്യനോട്, മനസ്സിനോട്, ശകുന്തളയോട് ചേർന്നതോ തെറ്റ്? ജാതിയോ വർണ്ണവോ ലിംഗവോ ഒന്നും നോക്കാതെ ശകുന്തളയോടൊത്തുള്ള ഗാന്ധർവ വിവാഹം ആയിരുന്നോ തെറ്റ്? ഞാൻ കുരുവംശത്തിന്റെ അധിപനാണ്. രാജധർമ്മമാണ് ക്ഷത്രിയ ധർമ്മം. എനിക്ക് പോകേണ്ടി വന്നു. എൻ്റെ രാജമോതിരം ശകുന്തളയെ ഏൽപ്പിച്ച പ്രാണന്റെ പാതി ആശ്രമത്തിലാക്കി
താത കണ്വന്റെ ആശീർവാദത്തിനായി. ഞാൻ മറന്നിട്ടില്ല. വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ എനിക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. മഹർഷി ദുർവാസാവിന്റെ ശാപവശസ്സുകൾക്ക് മുന്നിൽ എൻ്റെ ഓർമ്മകൾ മരവിച്ചു പോയിരുന്നു. നിറവയറുമായി എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ശകുന്തളയെ തിരികെ അയക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ഏതോ കർമ്മബന്ധം അവളെ എൻ്റെ കൊട്ടാരത്തിലെ ദാസിയായി തുടരാൻ ഞാൻ ആജ്ഞാപിച്ചു. വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പ്രാണസഖിയെ, അവളോടൊത്തുള്ള ജീവിതമാണ്. അതിലുമേറെ എൻ്റെ ഓമനപുത്രനെ നെഞ്ചിലിട്ട് താലോലിക്കാനുള്ള ഏതൊരച്ഛൻ്റെയും ഒടുങ്ങാത്ത ആഗ്രഹമാണ്. പ്രണയവും വിരഹവും ഈ ലോകത്തെ ഏതെങ്കിലും ഒരു കവിക്ക് വിഷയമാകുന്നിടത്തോളം കാലം പത്നിയെ തള്ളിപ്പറഞ്ഞവൻ എന്ന ദുഷ്പേര് എനിക്ക് സ്വന്തമാണ്. എങ്കിലും ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ അറിയപ്പെടുന്നത് ശുദ്ധമുള്ള പ്രണയത്തിൻ്റെ പാതിവൃത്തത്തിൻ്റെ മഗധോദാഹരണമായി വാഴ്ത്തിപ്പെടുന്ന ശകുന്തളയുടെ പതിയായാണ്. സർവോപരി എന്നേക്കാൾ ശക്തനായ ചക്രവർത്തി ഭരതന്റെ അച്ഛനായാണ്. ഞാൻ സന്തുഷ്ടനാണ്. സുന്ദരിയാണ്, പക്ഷെ സുന്ദരനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി യഥാർത്ഥ മത്സരം ഇനി തുടങ്ങാൻ പോവാണ് അല്ലേ? അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ സാധിച്ചു. അവിടെ ടീം ഭയങ്കര പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു, ഒന്നും തെറ്റരുതേ, നന്നായിട്ട് പറയാൻ പറ്റണേന്നൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ചോദ്യങ്ങളെയും കൂടെ നേരിടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. 5 ചോദ്യങ്ങളാണ്. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ കാളിദാസന്റെ ഏത് കൃതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കഥയുടെ പേര് അഭിജ്ഞാന ശാകുന്തളം എന്നാണ്. ശരിയാണോ സർ? ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. ദുഷ്യന്തൻ കണ്വാശ്രമത്തിൽ എത്തിപ്പെട്ടതെങ്ങനെ? ഞാൻ രാജ്യത്ത് നിന്ന് ദൂരെ നായാട്ടിനായി ഉൾക്കാട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ മഹർഷി കണ്വന്റെ ആശ്രമത്തിലെത്തി. ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. ആരുടെ ശാപം മൂലമാണ് ദുഷ്യന്തൻ ശകുന്തളയെ മറന്നത്? മഹർഷി ദുർവാസാവിന്റെ ശാപവശസ്സുകൾക്ക് മുന്നിൽ ഞാൻ ശകുന്തളയെ മറന്നുപോയി. ശരിയാണോ സർ? ഉത്തരം ശരിയാണ്. നാലാമത്തെ ചോദ്യം. ദുഷ്യന്തന്റെ മുത്തച്ഛന്റെ പേര്? അറിയില്ല. ഓക്കെ, മതിനാരൻ എന്നാണ് ആ മുത്തശ്ശന്റെ പേര്. അഞ്ചാമത്തെ ചോദ്യം. സർവദമനൻ ഭരതൻ എന്ന പേരിൽ എങ്ങനെ പ്രസിദ്ധനായി? ചക്രവർത്തി ഭരതന്റെ പേരിലാണ് ഭാരതം വന്നത്. ഭാരതം പണ്ട് ഭാരതവർഷം എന്നും വിളിക്കപ്പെട്ടിരുന്നു. ശരിയാണോ സർ? പൂർണ്ണമായില്ല, പറഞ്ഞോളൂ. അത്ര അറിയില്ല. രാജകീയ പ്രൗഢി ഓളം വെട്ടുന്ന മണിസൗധത്തിൽ നിന്നും താതാജ്ഞ നിറവേറ്റാൻ ഇറങ്ങിപ്പുറപ്പെട്ട രാമൻ പട്ടുവസ്ത്രങ്ങൾക്കു പകരം മരവുരി അണിയുമ്പോൾ പാതിവൃത്യത്തിന്റെ മകുടോദാഹരണമായ സീതാദേവിയും മരവുരി ധരിച്ച് രാമനെ അനുഗമിക്കാൻ തയ്യാറാവുന്നു. ഇത് കണ്ട് താപസശ്രേഷ്ഠൻ വസിഷ്ഠൻ കോപാന്ധനായി കൈകേയിയോട് കയർക്കുന്നു. രാമനെ വനവാസത്തിന് അയക്കണം എന്നല്ലേ നിന്റെ നിശ്ചയം? ദുഷ്ടയും നീചയും രാക്ഷസിയുമായ നീ എന്തിനു മൃദുല കോമളാംഗിയായ സീതയെ മറുവരി ധരിക്കണമെന്ന് ശഠിക്കുന്നു? ഇത് അധർമ്മമാണ്, അനീതിയാണ്. സീത സർവാഭരണഭൂഷിതയായി തന്നെ രാമന് അനുഗമിക്കട്ടെ. വസിഷ്ഠന്റെ കോപാഗ്നിയിൽ വെന്തൊരുകി കൈകേയി നിശ്ചലയായി നിൽക്കുന്നു. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകി നാടമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ
ചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാറായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഓം അമൃതേശ്വരി നമഃ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായമായ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 5-ാം ശ്ലോകമാണിത്. അപരേ അമിതസ്തന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹു യേദം ധാര്യത്തെ ജഗത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും
പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ്. എന്നാൽ സർവ്വ ജീവജാലങ്ങളുടെയും ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ 3 ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ 8 പ്രകൃതി ഗുണങ്ങളും എൻ്റെ അപരാപ്രകൃതിയാണെന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ എൻ്റെ പരാപ്രകൃതിയായ ജീവൻ ഈ ജഗത്തിനെ ധരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഭഗവാൻ പറയുന്നു. എങ്ങനെയാണോ കളിമണ്ണുകൊണ്ട് വിവിധങ്ങളായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഈ ജഗത്തിലെ സർവ്വതും ഈശ്വരൻ തന്നെയാണ്. എന്നാൽ അതിനെ അനുഭവിക്കുന്ന ജീവൻ ഈശ്വരന്റെ പരാപ്രകൃതിയാണ്. എല്ലാ മൺപാത്രത്തിലും കളിമണ്ണിരിക്കുന്നത് പോലെ ഈ ജഗത്തിലെ സർവ്വതും ഈശ്വരൻ തന്നെയാണെന്ന ബോധത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നത്. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. ഭഗവാന്റെ ലീലകൾ കാണാൻ ആഗ്രഹം ഉദിച്ച ബ്രഹ്മാവ് ഗോപബാലന്മാരെയും പശുക്കിടാങ്ങളെയും കൃഷ്ണനിൽ നിന്നൊളിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ കഥ അറിയാമല്ലോ. എന്നാൽ ഭഗവാൻ ഇവരുടെ എല്ലാം രൂപം സ്വയം സ്വീകരിച്ച് വൃന്ദാവനത്തിലെത്തിയപ്പോൾ തങ്ങളുടെ മക്കളുടെ രൂപത്തിൽ വന്ന കൃഷ്ണനെ കണ്ടപ്പോൾ അതുവരെ ഇല്ലാത്തൊരു സ്നേഹവും പ്രേമവും അവരോട് തോന്നി. പശുക്കിടാങ്ങളെ കണ്ടപ്പോൾ അവർ പോലും അറിയാതെ പാൽ ചുരത്തി എന്നാണ് ഭാഗവതം പറയുന്നത്. ഇവിടെയാണ് സ്വയം തന്നെ സാക്ഷാത്കരിച്ച വ്യക്തിയും സാധാരണ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. സർവചരാചരങ്ങളിലും ഈശ്വരൻ തന്നെയാണെന്ന അറിവിനെ പ്രാപിക്കുമ്പോഴാണ് യഥാർത്ഥമായ അറിവിനെ പ്രാപിക്കാൻ കഴിയുന്നത്. ഈശ്വരനാണെന്ന ബോധത്തോടെ സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയുമ്പോൾ ഇടത് കൈ മുറിയുമ്പോൾ വലത് കൈ മരുന്നുമായി വരുന്നത് പോലെ അന്യന്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണാൻ കഴിയും. സർവചരാചരങ്ങളിലും ഈശ്വരനാണെന്ന അറിവുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ സാധിക്കാറില്ല. ഞാനൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ പായലുകൾ നിറഞ്ഞൊരു കുളമുണ്ടായിരുന്നു. ചുറ്റും വൃത്തിഹീനമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഗ്രാമത്തിലെ ചില കുട്ടികൾ ചേർന്ന് വെള്ളം വറ്റിച്ചു, വൃത്തിയാക്കി. കുളത്തിലെ പായലും ചെളിയും എല്ലാം കോരിക്കളഞ്ഞു. ചുറ്റും ഭംഗിയുള്ള വേലി കെട്ടി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വറ്റിച്ച് കളഞ്ഞ വെള്ളമെല്ലാം തിരിച്ചു വന്നു. എന്നാൽ ഇപ്പോഴൊരു വ്യത്യാസമുണ്ടായിരുന്നു. കുളത്തിലെ വെള്ളം സ്ഫടികം പോലെ നിർമ്മലമായിരുന്നു. കുളത്തിലെ പായലും ചെളിയുമെല്ലാം കോരിക്കളഞ്ഞതിനാൽ കുളത്തിന്റെ അടിത്തട്ടിലിരിക്കുന്ന വെളുത്ത മണ്ണിനെ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചെളിയും അഴുക്കുമെല്ലാം വൃത്തിയാക്കിയാൽ നമുക്കും ആ ഈശ്വരനെ അനുഭവിച്ചു തുടങ്ങാൻ പറ്റും. ഇങ്ങനെ ജീവിച്ച ഒരുപാട് മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. കൃഷ്ണൻ, ബുദ്ധൻ, രാമകൃഷ്ണദേവൻ തുടങ്ങി നമ്മുടെ അമ്പൂച്ചമ്മ വരെ ഈ പരമ്പര നീളുന്നു. ഭഗവാൻ പറയുന്നു, പരിശ്രമിക്കാൻ താല്പര്യമുള്ള ആർക്കും ഈ ജ്ഞാനത്തെ നേടിയെടുക്കാൻ കഴിയും. പക്ഷെ തീരുമാനം നമ്മുടേതായിരിക്കണം. അതിനുള്ള പ്രയത്നം എത്ര ചെറുതാണെങ്കിലും അത് വ്യർത്ഥമാവില്ല. ഓം അമൃതേശ്വരി.